നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പൾമോണോളജി മേധാവി ഡോക്ടർ കാസിം കൊളക്കാടൻ സാറാണ്. പൾമോണോളജിയുമായി ബന്ധപ്പെട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മോട് സംസാരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. പൾമോണോളജി ഒരു വലിയ ഫീൽഡാണ്. ഞാൻ ഇപ്പം മൗലാനയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അൽഷിഫയിലും അതിനു മുമ്പ് UK, ഓസ്ട്രേലിയ, ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ പൾമോണോളജിയും ഒരു സമയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളെടുത്ത് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ OPയിൽ വരുന്ന ഒരു കാര്യമാണ് ചുമ. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ഒന്ന് ചർച്ച ചെയ്യാം. ചുമ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന്, വളരെ പെട്ടെന്ന് ഒരു അസുഖം വന്നിട്ട് ഒരു ചെറിയ കാലയളവിനുള്ളിൽ വന്ന ഒരു ചുമയുണ്ടാവാം. പക്ഷെ ചിലർക്ക് ഇത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും, ഒരുപാട് കാലം നിൽക്കുന്നതുമായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ചുമയുമുണ്ട്. അപ്പോൾ ഒന്നിനെ നമ്മൾ ക്രോണിക് ആയിട്ടുള്ള ചുമ എന്നും മറ്റേതിന് അപ്പോൾ താൽക്കാലം വന്ന ചുമ എന്നും പറയുന്നു. അപ്പോൾ ഇതിന് രണ്ടിലും ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചുമ ഒരു രോഗലക്ഷണമാണ്, അതിൻ്റെ കാരണമല്ല. ഇപ്പോൾ പലപ്പോഴും പലരും വന്നിട്ട് പറയാം എനിക്കൊരു ചുമയുണ്ട്, അത് ചികിത്സിച്ചാൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ ടെസ്റ്റുകളായിട്ട് ചെയ്യാറ് ചെസ്റ്റ് എക്സ്റേ ചെയ്യും, പിന്നെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ചിലർക്ക് ശ്വാസം മുട്ടുണ്ടാവും, ചിലർക്ക് മൂക്കിൽ അലർജി ഉണ്ടാവും ചുമയുടെ കാരണമായിട്ട്. അപ്പോൾ അതിന് ഒരു ദീർഘകാല ചികിത്സ എടുത്താലേ ഇത് പറ്റെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. മറ്റേ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആ ഒരു ചുമയുള്ള സമയം കുറച്ച് മരുന്ന് കൊടുക്കും, അത് ചുമ അടങ്ങാനുള്ളതായിരിക്കും. ആ ചുമ അടങ്ങും, പക്ഷെ അത് വീണ്ടും വരും. അപ്പോൾ ഈ ചികിത്സ തുടർന്ന് ചെയ്താൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ, മൂക്കിലെ അലർജിക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കും, നെഞ്ഞിലെ അലർജിക്ക് നെഞ്ഞിലേക്ക് മരുന്ന് കൊടുക്കും, അതിൻ്റെ കൂടെ ഗുളികകളും ചെയ്യും. എന്നിട്ട് കുറച്ച് കാലം ഇവരെ തുടർച്ചയായിട്ട് കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരാഴ്ച മരുന്ന് കൊടുത്തു, പിന്നെ 15 ദിവസം കൊടുത്തു, പിന്നെ വീണ്ടും കണ്ട് അവർ മരുന്നൊക്കെ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് നോക്കും. എന്നിട്ട് പിന്നെ 1 മാസം 2 മാസം അവരുടെ സൗകര്യം അനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കും. അങ്ങനെ ഇത് തുടർന്ന് കുറച്ച് കാലം പോകുമ്പോൾ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു 15 ദിവസം കൊണ്ട് ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് നിർത്തും. പിന്നെ നമ്മൾ അവരെ കാണുന്നത് വീണ്ടും അടുത്ത ചുമ വരുമ്പോഴായിരിക്കും. അപ്പോൾ തുടർ ചികിത്സ ഒരു വലിയ ബുദ്ധിമുട്ടാണ് പലർക്കും. പ്രത്യേകിച്ച് ഇത് വലിയ സീരിയസ് ഒരു പ്രശ്നം അല്ലാതാകുമ്പോൾ. പക്ഷേ ഇതിലൊരു സീരിയസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ഇത് ആസ്മയുടെ ഭാഗമായിട്ടായിരിക്കും ഈ ചുമയുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ സമയാസമയം ചികിത്സിച്ച് കൺട്രോൾ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലം കഴിയുമ്പോൾ അവരുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന ദിനചര്യകളിലൊക്കെ ശ്വാസം മുട്ട് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അവർക്ക് ചെറിയ സ്ഥലത്തേക്ക് നടക്കാൻ, എന്തെങ്കിലും ചെറിയ ഭാരം ഉള്ള സാധനങ്ങൾ എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ വരാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ ഇതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്ത് അതിൽ എത്ര ആസ്മ ഉണ്ടെന്ന് നോക്കി അതിൻ്റെ തോതിനനുസരിച്ചുള്ള ചികിത്സ ഒരുപാട് കാലം തുടർന്ന് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തുടർ ചികിത്സ ഈ അസുഖത്തിന് പലപ്പോഴും ആവശ്യം വരാം. പക്ഷേ ചിലർക്കിത് ഒരു താൽക്കാലിക അലർജി കൊണ്ട് വന്ന ചുമയായിരിക്കാം. അവർക്ക് വളരെ കുറച്ച് കാലത്ത് മരുന്ന് വേണ്ടി വരും. അവരങ്ങനെ മരുന്ന് കഴിച്ച് അസുഖം മാറുന്നതോടെ അവരുടെ മരുന്ന് നമുക്ക് നിർത്താനും കഴിയും. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു രീതിയിലെടുത്ത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ കാരണം ചികിത്സിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതിൽ നമ്മൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ജലദോഷം ചുമ, അല്ലെങ്കിൽ ഇതേമാതിരി ചുമ വരുമ്പോൾ കടയിൽ നിന്ന് പോയിട്ട് ജസ്റ്റ് മരുന്ന് വാങ്ങും, കഴിക്കും, അല്ലെങ്കിൽ ലേഹ്യം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ ഡോക്ടറെ ഒന്നും കാണാതെ അങ്ങനെ കുറച്ചിങ്ങനെ കാലം കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് ശരിക്കും അതിൻ്റെ ഒരു കാര്യത്തിൽ എങ്ങനെയാണ്? അതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചുമയുടെ ഒപ്പം ഒരു മെയിൻ കാരണമാണ് ഞാൻ പറഞ്ഞത് ആസ്മ അലർജി. പക്ഷേ ഇത് ന്യൂമോണിയ കൊണ്ടുവരാം, ഇത് ചിലപ്പോൾ TB കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമ്മൾ മിസ്സായിപ്പോവും. ഇങ്ങനെ നമ്മൾ ഈ ഒരു താൽക്കാലിക ചികിത്സ അവിടുന്ന് ചെയ്യുമ്പോൾ.
നമ്മുടെ നാട്ടിലെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആർക്കും എവിടെയും പോയി മരുന്ന് വാങ്ങാം, ഏത് മരുന്നും ആൻറ്റിബയോട്ടിക്. പക്ഷെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. ഏതൊക്കെ മരുന്നുകൾ ഒരു രോഗിക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങാം ഡോക്ടറെ കാണാതെ, ഏതൊക്കെ മരുന്നുകൾ ഡോക്ടർ കുറിച്ചാൽ മാത്രമേ കിട്ടൂ, അങ്ങനെയുള്ള നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് മരുന്ന് കൊടുക്കുന്ന രീതിയെല്ലാം നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ പലരും പല പ്രാവശ്യം ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ എഴുതി കൊടുത്ത മരുന്ന് വീണ്ടും കഴിച്ച് അങ്ങനെ നടക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതല്ല. നമ്മളെപ്പോഴും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗം ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം മാസ്ക് വയ്ക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ മാസ്ക് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ അതന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക, അത് എന്താ പറയുക പോക്കറ്റിൽ ഇടുക, അവിടെ ഇടുക ഇവിടെ ഇടുക, കഴിഞ്ഞിട്ട് പോകുമ്പോൾ വീണ്ടും എടുത്ത് വെക്കുക, അത്തരം സംഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ചിട്ടൊന്ന് അതിൽ ഇപ്പോൾ നമ്മളെ ഈ സാധാരണ മാസ്ക് അത് ഒരു വലിയ പൊടികൾ മാത്രമേ ഫിൽറ്റർ ചെയ്യൂ, ചെറിയതൊക്കെ എന്നാലും വരും. പിന്നെ N95 മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഉണ്ട്, അത് മാത്രമാണ് നമുക്ക് ബാക്ടീരിയക്കും വൈറസിനും ഒക്കെ എഫക്റ്റീവായിട്ടുള്ളൂ. പക്ഷെ അത് സ്ഥിരമായിട്ട് ഇട്ട് നടക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല. കാരണം പിന്നെ വേറൊന്നുള്ളത് എന്താ വെച്ചാൽ ഈ മാസ്ക് നമ്മൾ റീയൂസ് ചെയ്യാനുള്ളൊരു സാധനമല്ല സത്യം പറഞ്ഞു. അത് ഓരോ പ്രാവശ്യവും ഉപയോഗിച്ച് അത് കളയണം. കാരണം നമ്മൾ പോയ സ്ഥലത്തു നിന്നൊക്കെ അതിൻ്റെ പുറം ഭാഗത്ത് ഫിൽറ്റർ ചെയ്ത ബാക്ടീരിയകളും വൈറസും എന്തൊക്കെയുള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇരിപ്പുണ്ടാവും. ഇതെടുത്ത് നമ്മൾ പോക്കറ്റിലിട്ടിട്ട് വീണ്ടും ഉപയോഗിക്കുമ്പോൾ ആ സാധനത്തിന് നമുക്ക് ദോഷമാണ്. അപ്പോൾ മാസ്ക് നമ്മൾ എക്സ്ട്രീം പൊടി ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് യൂസ് ചെയ്യും. ആ ഒരു ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളയുകയും വേണം. ഡോക്ടറെ കാണണം എന്ന് തോന്നുന്ന ആ ഒരു പോയിന്റ് എവിടെയാണ് നമ്മൾ? അതിപ്പോൾ നമ്മൾ ഒരു അസുഖം വന്നിട്ട് ഒരു 4-5 ദിവസത്തെ ടൈമിൻ്റെ ഉള്ളിൽ സെറ്റിൽ ആവുന്നില്ലെങ്കിൽ എന്തായാലും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം. കാരണം അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കൂടി അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് ചികിത്സ വേണ്ട ഒരു സംഭവമാണോ അല്ലെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ സാധാരണ രീതിയിലുള്ള മറ്റ് അസുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ളൊരു അസുഖമാണ്. പെട്ടെന്ന് എന്താ പറയുക സീരിയസ് ആവാനും അതേമാതിരിയുള്ള സാധ്യതയുള്ളൊരു ശ്വാസകോശമൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ തന്നിട്ടുള്ള മരുന്നുകൾ, അതായത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കഴിക്കുന്നതിൽ ഇപ്പോൾ 2 ദിവസം കഴിച്ചു, ഒരാശ്വാസം വന്നു, അത് നിർത്തി, പിന്നെ മരുന്നായിട്ട് കഴിക്കുന്നില്ല, ഡോക്ടർ പറയണ മരുന്ന് തുടർന്ന് കഴിക്കുന്നില്ല, അത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകട സാധ്യത. അതിലൊരു അപകട സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടർ ഒരു ഇൻഫെക്ഷനൊക്കെ കണ്ട് ഒരു ആൻറ്റിബയോട്ടിക് കുറിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ. അങ്ങനെ വരുമ്പോൾ അതൊരു ഫുൾ കോഴ്സ് എടുത്തില്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല എന്ന് മാത്രമല്ല ഈ ആൻറ്റിബയോട്ടിക്കിന് ഈ ബാക്ടീരിയ റെസിസ്റ്റൻസും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അത് കാര്യമായിട്ട് നമ്മളെ ശരീരത്തിന് പിരിക്കാണ്ട് വരും. അപ്പോൾ എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ എഴുതി തന്നിട്ടുള്ള മരുന്നല്ലാതെ വേറെ കമ്പനിയുടെ മരുന്നൊക്കെ ചിലപ്പോൾ തരാനുള്ള സാധ്യതയുണ്ട്. അത് ഇത് എടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ അവർ പറയുകയും ചെയ്യും. നമ്മൾ അത്തരം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും വാങ്ങിക്കഴിഞ്ഞാലും അതുകൊണ്ട് ദോഷം ഉണ്ടോ എങ്ങനെയാണ്? അതുകൊണ്ട് ദോഷം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള മരുന്നുകളുണ്ട്, അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ വേറെ പല രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ മരുന്നിന് ഭയങ്കരമായിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു മരുന്ന് 30 രൂപക്കും കിട്ടും, അത് 5 രൂപക്കും കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും 30 രൂപയുടെ മരുന്ന് 5 രൂപയുടെ ഒരേ ക്വാളിറ്റി ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പോരാത്ത ഒരു മരുന്നാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യത്തിനുള്ള ഗുണം കിട്ടില്ല. ആ മരുന്നും സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മരുന്നും തമ്മിൽ ക്വാളിറ്റിക്ക് വല്ല വ്യത്യാസം? ക്വാളിറ്റി പലപ്പോഴും നമ്മൾ വ്യത്യാസം കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ പോകും, ചിലപ്പോൾ തൈറോയിഡ് ഡിസീസ് കൺട്രോൾ പോകും, ആസ്മ കൺട്രോൾ പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇങ്ങനെ ചകഞ്ഞന്വേഷിക്കുമ്പോഴായിരിക്കും അവർ മരുന്ന് വില പല സ്ഥലത്തും പോയി മേടിച്ചിട്ടുണ്ടെന്നും അതിനാവശ്യത്തിനുള്ള ക്വാളിറ്റി ഇല്ലയെന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോഴും പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു പരിപാടി എന്താ വെച്ചാൽ ഡോക്ടറോട് തന്നെ പറയാം നമുക്ക് അഫോർഡബിലിറ്റി പ്രശ്നമുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പല സ്റ്റാൻഡേർഡ് കമ്പനിയുടെയും പ്രൈസ് കൺട്രോൾഡ് മരുന്നുണ്ടാവും. അതിപ്പോൾ ജനൌഷധി പോയാലും ഇവിടെ പോയാലും ഏത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയാലും ഒരേ വിലയായിരിക്കും. കാരണം പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ്
അതിനും വില നിശ്ചയിച്ചിട്ട്. അപ്പോൾ ഏത് കമ്പനി ഒരു ഹൈ കമ്പനിയാണെന്ന് വിചാരിച്ച് അവർക്ക് അതിൻ്റെ വില കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ മരുന്നുകളൊക്കെ വെച്ചിട്ട് അവരെ ചികിത്സിക്കാൻ പറ്റും. ഈ പ്രൈസ് കൺട്രോൾഡ് ലിസ്റ്റിലുള്ള മരുന്നുകൾ വെച്ചിട്ട് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല മരുന്ന് തന്നെ അത് ഒരു ഇതിൽ കിട്ടും. അപ്പോൾ അതെന്താ എല്ലാവർക്കും ഇത് കൊടുത്താലെന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ അതിൽ എന്താ വെച്ചാൽ വേഴ്സറ്റാലിറ്റി കുറവായിരിക്കും. ഒരു കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എപ്പോഴും ഡോക്ടറോട് പറയും. കാരണം നമ്മൾ അവരുടെ ഫൈനാൻസിന് വേണ്ടിയിട്ട് ജോലി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പലർക്കും അത് പറയാൻ മടിയാണ്. പിന്നെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നവർ ICU കിടക്കുമ്പോൾ പറയും അവിടുത്തെ AC-യുടെ തണുപ്പ് കൂടുതലാണ്, നമുക്ക് അച്ഛന് അലർജി വരും, അമ്മക്ക് അലർജി വരും, ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ നമ്മളോട് പറയും. അപ്പോൾ അതിന് പകരം നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ഡോക്ടറോട് പറയും. ഞങ്ങൾക്ക് ICUവിൽ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ചികിത്സകളൊക്കെ ഞങ്ങൾക്ക് കഴിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെപ്പോഴും നമ്മൾ നേരിട്ട് പോകുന്നതിന് പകരം ഡോക്ടറോട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ആര് വേണമെങ്കിലും അത് ചെയ്തു തരും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൾമോണറി ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റീസണബിളി ക്ലീനാക്കി നമ്മളെ വീടൊക്കെ വെക്കുക, നമ്മളെ പരിസരങ്ങൾ വെക്കുക. നമ്മൾ അങ്ങനെ വലിയ പൊടിയുള്ള സ്ഥലത്തേക്കും ഇതിലേക്ക് പോയപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അങ്ങനെ വേണമെങ്കിൽ ഒരു താൽക്കാലിക മാസ്ക് ഉപയോഗിക്കാം, പക്ഷേ അത് കഴിഞ്ഞിട്ട് കളയണം. ഈ വക കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം പൾമണറി ഡിസീസ് എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ കഴിയില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ എയർ എടുത്തുകൊണ്ടിരിക്കുന്നു, പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. അത് നമുക്കൊരു 4 മിനിറ്റ് കൂടുതൽ ഒരാൾക്ക് ഒരിക്കലും എൻ്റെ സ്വന്തം ശ്വാസം പിടിച്ചു വെക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ എൻവയോൺമെൻറ്റായിട്ട് എപ്പോഴും നമ്മളെ ബന്ധമുള്ളൊരു അവയവമാണ് നമ്മുടെ ലങ്സ്. അപ്പോൾ ലങ്സ് നമ്മൾ പോകുന്ന എൻവയോൺമെൻറ്റിൻ്റെ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ ലങ്സ് സ്വയം ഏറ്റെടുക്കേണ്ടി വരും. കാരണം അവർ ഈ എയറൊക്കെ ഫിൽറ്റർ ചെയ്ത് അതിൽ നിന്ന് ഓക്സിജൻ മാത്രം നമ്മളെ ശരീരത്തേക്ക് കയറ്റി വിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് പുറന്തള്ളി, അങ്ങനെയാണ് ലങ്സ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് തടയാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. വയസ്സായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും ഒരു റെഗുലർ എക്സസൈസ് ചെയ്യുക, നമ്മൾ ഒരു റീസണബിളി ക്ലീൻ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രായമായവർ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ശ്വാസത്തിൻ്റെ തടസ്സമോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേഗം ചികിത്സ തേടിയിട്ട് അത് കൂടാതെ നോക്കണം. പലപ്പോഴും നമ്മൾ കാണുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് അവസാനം സ്വന്തം റൂമിൽ നിന്ന് കിച്ചണിക്കോ അല്ലെങ്കിൽ മുറ്റത്തേക്കോ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴേ നമ്മളെടുത്ത് വരുള്ളൂ. അതുവരെ അവർ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മളത് നല്ല ഒരു ഹെൽത്തി ലൈഫിന് എപ്പോഴും നല്ല ശ്വാസകോശം ഒരു ആവശ്യമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചികിത്സ തേടുക എന്നുള്ളതാണ് അതിൽ. ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖം ഒരാൾ സിവിയറായിട്ട് ഒരു സംഭവം വന്നു എന്ന് വയ്ക്കുക, എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് ആ കക്ഷിനെ രക്ഷിക്കേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യം. കാരണം ചിലപ്പോൾ അത് സീരിയസ് ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പെട്ടെന്ന് ചികിത്സ തുടങ്ങേണ്ടി വരും. അപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക. അത് നമ്മൾ ഒരു എന്താ പറയുക, അതായത് സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ തന്നെ വേണമെന്നുണ്ടോ അത് തൊട്ടടുത്തുള്ള അതിപ്പോൾ ഒരു അസുഖം ആദ്യമായിട്ട് വരുമ്പോൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് തുടർന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ഒരു സ്പെഷ്യലിസ്റ്റ് സെൻറ്ററിൽ പോയി അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. എന്തായാലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക, ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തരം അസുഖമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങളിൽ ഡോക്ടർ നമ്മോട് പിന്നീട് പറഞ്ഞു തരും. ഇത്രയും നേരം US മീഡിയ ന്യൂസിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന അങ്ങേക്ക് നന്ദി. വളരെ ഉപകാരം. ഇൻ്റർവ്യൂ തന്നതിന് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.